ഹേ ഹായ്. അപ്പം നമ്മളുള്ളത് പടന്നക്കടപ്പുറം, അതായത് പുളിമൂട്ടിൽ ബീച്ചിൽ പോകുന്ന ഒരു പാലമുണ്ട് ഇവിടെ. ആ പാലത്തിൻ്റെ നേരടിയിലായിട്ട് തോണിക്കാർക്ക് വേണ്ടിയിട്ടൊരു കടവാക്കിയിട്ടുണ്ട് ഇവിടെ. സോ ആ കടവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ. സോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് പോകും. അപ്പം അതിനിടക്ക് ഇന്നലെ മന്തി കിട്ടും. ഇന്നലെ നടന്ന മാതൃഭൂമി പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ വിന്നറാണിവൻ. 500 രൂപ കിട്ടി. അതെ, അപ്പോൾ വിളിച്ചു പറഞ്ഞത്. അപ്പം ഇന്നെന്താ സംഭവം? ഇന്ന് ഇവനെല്ലായിരിക്കും ചെലവ് ചെയ്യുന്നതാ പറഞ്ഞത്. മന്തി തരുന്ന ഇവൻ പറഞ്ഞത്. എന്താ ഞാൻ പറയില്ല ഗൈസ്. അപ്പം ഇന്ന് മന്തിയാണ് നമുക്ക്, അല്ലെങ്കിൽ അൽഫാം. സോ ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേട്ടൻ തോണിയെടുത്ത് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. സോ ഇവിടെ നല്ല രസമാണ് ഇവിടെ. അതായത് രാവിലെ നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഇവന്മാർ, നിങ്ങൾ ഇങ്ങോട്ട് ഫസ്റ്റിലായിരുന്നു? ഫസ്റ്റ് ടൈം പോയിട്ടുണ്ട്. ഇത്തിരി കടവ്. നമ്മൾ ഈ പാലത്തിലെയാണ് നമ്മൾ പുളിമൂട്ടിൽ ബീച്ചിലേക്ക് പോവുക. സോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തോണി പകുതി ഭാഗം പൊട്ടിയിട്ടുണ്ട്, അതിൽ വെള്ളം നിറഞ്ഞിട്ടുമുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ അത് മുങ്ങും. ഇന്ന് മന്തി കാർത്തിക്കിനും എനക്കും, പ്രണവിൻ്റെ ചിലവ്. ഭാഗ്യത്തിന് ഈ സമയം തന്നെ കോള് വരാൻ കണ്ട സമയം, ഓന് സ്പീക്കറിലിടാൻ കണ്ട സമയം എല്ലാവരും നിമിത്തായിട്ട് കാണുന്നു. അതെ, ഞാൻ വിചാരിച്ചത് പിന്നെ ഇപ്പം ഇങ്ങനൊരു കോള് പെട്ടെന്ന് ഞെട്ടി. അപ്പോഴത്തേക്ക് ഇന്നലത്തെ വിന്നർ അല്ലേ, സമാധാനായി. പ്രണവ് പെട്ടുപോയല്ല ദൈവമേ. വിളിക്കാണ്ട സമയം കുറച്ച് 5 മിനിറ്റ് മുമ്പ് ഞാൻ വീട്ടിലാണ്ടായിന്. അപ്പെങ്കിലും വിളിച്ചൂടെ, അല്ലെങ്കിൽ സ്പീക്കറിൽ ഇടായിരുന്നു എന്ന്. അപ്പം നമ്മൾ ഈ സ്പോട്ടിൽ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ചില്ലിയാന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ പൊതുവേ തോണിക്കാർ തോണി അടുപ്പിച്ചിടുന്ന സ്ഥലവും കെട്ടിയിടുന്ന സ്ഥലമെല്ലാമാണ്. സോ അങ്ങനെയാണ്. ഇതൊരു കടവാണ്. ഓക്കെ. സോ ഇവിടുന്ന് ദൂരെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, തോണിക്കാർ മീൻ പിടിക്കാൻ പോകുന്ന ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് നിർത്തിയിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോകാനും, അതായത് തോണി എടുക്കാനും കെട്ടിയിടാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അതുപോലത്തെ ഒരു തോണിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പക്ഷേ ഇത് പോയി ഫുള്ള്. ഇതിന് ഉപയോഗിക്കാൻ കൊള്ളുമോ അറിയില്ല, വെള്ളമെല്ലാം കയറി നശിച്ചു പോയി. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ നല്ല രസമാണ്. സോ കാർത്തിക് ഇവിടെ ഇരുന്ന് ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. പ്രണവ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കോള് വന്നതിൽ. ഇപ്പോഴേ വരണ്ടായിരുന്നു. കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് കടലിൻ്റെ സൗണ്ട് കേൾക്കാം, പക്ഷേ കടൽ കാണാൻ പറ്റില്ല. കടൽ കൂടിച്ചേരുന്നൊരു പുഴയാണിത്. അതായത് ഈ നിങ്ങൾ കാണുന്ന ഈ കാടിൻ്റെ അപ്പുറം, അത് കാടല്ല, മരം കൂടി ചേർന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറം വീടും കാര്യങ്ങളിലുണ്ട്. അപ്പം അതിൻ്റെ തൊട്ടപ്പുറമാണ് ബീച്ച് വരുന്നത്. ഓക്കെ. ഇത് കാടല്ല, ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങായിട്ട് നിങ്ങൾക്കത് കാണാത്ത. പിന്നെ അപ്പുറത്ത് സൂര്യൻ്റെ വെയിലടിക്കുന്നതുകൊണ്ടും അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ വണ്ടി പോകുന്നത് കാണാം. പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. പിന്നെ ഈ കടവ് ചൂണ്ടക്ക് കൊടുക്കും. അതായത് ചൂണ്ടയിടാനും നമുക്ക് നല്ല സ്ഥലമാണ്. കാരണം ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം. ഇവിടെ ഇനി സമ്മതിക്കുമോയെന്ന് അറിയില്ല. ഇവിടെ ഇനി വേറെ ആളെ സ്ഥലമാണെന്ന് ഒന്നും അറിയില്ല. ഓക്കെ, ഇതാണ് കാര്യം. പിന്നെ കൊതുകുണ്ട് അത്യാവശ്യം ഇവിടെ. പിന്നെ ഈ പൂവെന്ന് വെച്ചാൽ നമ്മളെ മഴക്കാലം ഈ സമയമാകുമ്പോൾ വിരിഞ്ഞ് വരുന്ന പൂവാണ്. അതായത് അത്യാവശ്യം വീടുകളിലും എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, നല്ല രസമാണ് ഇത് വിരിഞ്ഞ് വരുന്നത് കാണാൻ. ഇങ്ങനെല്ലാം വെക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ചേട്ടന്മാർ തോണിയെടുത്ത് മീൻ പിടിക്കാൻ പോകുന്നതാണ് കാണിച്ചത്. തുടങ്ങി ഇങ്ങനെ പോകും. നല്ല രസമുണ്ട്. മുമ്പിൽ നിന്ന് നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിലൊക്കെ ഇനി വിഷ്വൽസ് കാണാൻ പറ്റുക. അതായത് അപ്പം കടലിൻ്റെ ഒച്ച എന്ന് വെച്ചാൽ അത്രയും നല്ല രീതിക്ക് നമുക്ക് കേൾക്കുന്നുണ്ട്. ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പം ഏകദേശം
മഴ പെയ്യുന്ന പോലെ ഉണ്ടല്ലേ. നല്ല സൗണ്ട് ഉണ്ട്. നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഇനി കുറച്ച് കഴിയുമ്പം സുനാമി വരുന്ന വെച്ച പോലെ ഉണ്ട് അല്ലേ മോളിന്ന് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ചായ കുടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഫാൽക്കണിൽ പോകണം. ഫാൽക്കണിൽ പോകണം. സോ ഇന്ന് മന്തി അടിക്കാം, ലാസ്റ്റ് മന്തി ആയിട്ട് കൂട്ടാം. ഐസ് ഇങ്ങനത്തെ സ്ഥലം വരുമ്പോൾ ഇങ്ങനത്തെ ഡൗട്ടെല്ലാം വരും. അപ്പം എങ്ങനെയാണ്. പിന്നെ കാർത്തിക് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹലോ ജെമിനി. കാണുന്നില്ല. ജെമിനി. കാർത്തിക് ഇവിടെ ജെമിനിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദിയാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ സംസാരിക്കും. മലയാളത്തിൽ തീർച്ചയായും മലയാളంలో സംസാരിക്കാം. ഈ വീഡിയോలో ఉన్న ప్రదేశం കാണാൻ చాలా అందంగా ఉంది. ജെമിനി ഇടക്കിടക്ക് ഹിന്ദി ഇംഗ്ലീഷ് മിക്സ്, തെലുങ്ക് മിക്സ്. മലയാളത്തിൽ ഒരു ഡൗട്ട് ചോദിക്കാൻ നമുക്ക്. തീർച്ചയായും പറയാം. നിങ്ങളുടെ സംശയം എന്താണ്? ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. ഈ തെങ്ങ് എന്താണ് ഇങ്ങനെ വളഞ്ഞ് വളർന്നിരിക്കുന്നത്? തെങ്ങുകൾ വെളിച്ചം തേടി വളരുന്ന സ്വഭാവമുള്ളവയാണ്. വെള്ളത്തിന് മീതെയായി വളരുന്നത് സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കരയിലെ മണ്ണൊലിപ്പ് കാരണം പോലും തെങ്ങ് ഇങ്ങനെ ചരിഞ്ഞു വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ വളരുന്ന വെച്ചാൽ എന്തോ പേര് പറഞ്ഞല്ലോ കാർത്തിക, ഞങ്ങൾക്ക് പറഞ്ഞു. അതായത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തെങ്ങ് ഇങ്ങനെ ചെരിഞ്ഞ് വളരുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം കൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് വളരുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. വെയിൽ നല്ലോണം കിട്ടുന്നിടത്ത് തെങ്ങ് ചെരിഞ്ഞ് വളരും. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ചോദ്യം, എനക്കൊന്ന് ഇങ്ങനെ വെയിൽ കിട്ടുന്നുണ്ടോ? നല്ല ആയിരിക്കും. വീട്ടിലെ മരങ്ങൾ ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിൽ അടിക്കുന്നില്ല. വീട്ടിലെ ചിലപ്പം ചിലത് രീതിയിലായിരിക്കും നട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വീട് ഇപ്പുറ സൈഡ് നല്ല വെയിലില്ലേ വീട്ടിന് പറയുമ്പോൾ. ഈ മരത്തിനൊന്നും തലയില്ല. 3 തെങ്ങിനും തലയില്ല. വീട്ടിലെന്ന് പറയുമ്പോൾ ഏകദേശം അതെല്ലാം മറിയുന്നുണ്ട്. അതാണ് ഈ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫുള്ള് വെയിൽ കൊള്ളുന്ന. അങ്ങോട്ട് നമ്മൾ നോക്ക്, നിങ്ങൾ നേരെ വളരുന്നു. സോ ഇതിനൊന്നും തലയില്ല കേട്ടോ. തല പോയി. പക്ഷെ നല്ല തേങ്ങയെല്ലാം പിടിക്കുന്നുണ്ട് ഇതിൽ. എന്തൊക്കെയല്ലേ ശാസ്ത്രജ്ഞന് വളർച്ചേ. അതാണ് ഇപ്പോൾ നിരാശയിലാണ്. ഇനി അൽഫാമിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. നേരത്താണോ അവർക്ക് വിളിക്കാൻ തോന്നി. ഇപ്പൊ കട്ടാക്കി പിന്നെ വിളിക്കായിരുന്നു എന്നെല്ലാം തോന്നുന്നുണ്ട്. ആണോ പിക്കെടുക്കാനുണ്ട് പതിപോലെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം സൂര്യൻ താവും. അപ്പോൾ സൂര്യൻ താവുന്ന സമയം കൊണ്ട് നമുക്ക് ബീച്ചിലെത്താം. ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സൺസെറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. നല്ല സൺസെറ്റ് ആണെങ്കിൽ ഞാൻ നല്ല വൃത്തി കാണിച്ചുതരാം. സോ നമ്മളെ ബീച്ചിൽ ഇടക്കിടക്കുള്ള സൺസെറ്റ് വെച്ചാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. സോ അതിന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. അത് നമ്മൾ ബീച്ചിലെത്തുമ്പോൾ ഇവിടെ ഫുള്ള് ഫുട്ബോളാണ്. വേൾഡ് കപ്പ് കാണിച്ച് കളിക്കുക. അപ്പം നിങ്ങൾക്ക് ഒച്ച എത്രമാത്രം കേൾക്കുന്നുണ്ട് അറിയില്ല. ഫുള്ള് കാറ്റടിച്ച് ഇനി ഒച്ച പോയിട്ടുണ്ടോയെന്നും അറിയില്ല. സോ ഒരു വ്യൂ കാണിച്ചു തരാം ഞാൻ എന്തായാലും. സോ ഇതാണ് കാർത്തിക് ഇവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചൊരു വ്യൂ ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനല്ല. മഞ്ഞ നിറത്തിൽ ഇങ്ങനെ പിന്നെ ഇറങ്ങും. അതായത് പിന്നെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. നല്ല രസമാണ്. ഞാനിവിടെ പണ്ടെടുത്ത വീഡിയോ എങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. നല്ല രസമാണ്. അപ്പം പിള്ളേരിവിടെ ചെറിയ പിള്ളേർ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത്. കാർത്തിക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എൻ്റെ ട്രൈപ്പോഡ് കൈ പിടിച്ചിട്ടില്ല. സോ പ്രണവ് ഇപ്പം സന്തോഷവാനല്ല, മന്തി തിന്നുകൊണ്ട് അല്ലേ. ഇതെല്ലാം എങ്ങനെ ഇവിടെ വന്നു എന്നറിയില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് എടുത്തപ്പോഴത്തേക്ക് ഒടുക്കത്തെ കാക്ക ഫുള്ള് കാക്കയാണ്. പക്ഷെ നമ്മൾ നടന്ന് പുളിമൂട്ടിന്റെ സൈഡിലെത്തി. നിങ്ങൾ
ഈ കാണുന്നതാണ് പുളിമൂട്ട്. സോ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ബാക്കി വ്യൂ ആണ് ഗൈസ്. അപ്പം നമ്മൾ പുളിമൂട്ടിൽ എത്തി. ഇതാണ് സ്ഥലം. സോ ഇതിൽ നടക്കാൻ കുറച്ച് റിസ്ക്കാണ് ഉണ്ടാവും. ഇതാണ് സംഭവം. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ താഴെ എത്തും. കാരണം വെച്ചാൽ ഇങ്ങനെയാണുള്ളത്. സോ ഇതാണ്, അതായത് കടലിലത്തെ വെള്ളം ഓവറായിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ കെട്ടി വെച്ച സംഭവം ഇത്. അതൊരു ബണ്ട് പോലെ. ഞാൻ ഒരു സാധനം കാണിച്ചുതരാം. ഇത് ഇവിടുന്ന് തെരഞ്ഞ് പൊന്തും. ഇവിടുന്ന് വേറെ അടിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങും. ഇതാ അതിനർത്ഥം കടലിൽ വെള്ളം കൂടി. കടലിൽ വെള്ളം കൂടി. ഇവിടുന്ന് പൊങ്ങി വരും. എന്നിട്ട് ഇവിടുന്ന് അടിക്കും. വെള്ളം അങ്ങനെ അടിച്ചു വരും. അതാ നമുക്ക് ഇതിന്റെ അപ്പുറം ഇതാ ഇവിടുന്ന് ഇപ്പം അടിക്കും കേട്ടോ. അടിച്ചങ്ങ് പൊളിക്ക. കാരണം അത്രയും വെള്ളം ഇങ്ങോട്ട് വരുന്നത്. നിങ്ങള് മഴക്കാലത്ത് ബീച്ചിൽ വരരുത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം അങ്ങ് അടിച്ചു വരിക. നോക്കോ, അവിടെ നോക്കോ, വെള്ളം അടിച്ചു വരിക. സോ നമ്മള് വന്നോണ്ട് എടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോഴേ വരൂല. ഓക്കെ, കണ്ടോ വെള്ളമൊക്കെ കയറിയത് ഇവിടെ എത്തി. സോ ഇവിടുന്ന് സ്ലിപ്പായി പോയാൽ പിന്നെ പറഞ്ഞു വരില്ല. ഇതാണ് പുളിമൂട്ടിൽ. ഇത് അറ്റത്ത് വരെ നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ അധികം പോകുന്നില്ല. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരെങ്ങനെ അവിടെ നിൽക്കുന്നു എന്നില്ലേ ചോദ്യം. സോ അപ്പൊ ഇപ്പുറം നോക്കുമ്പോൾ ഇത് ബീച്ച് പരിസരം. ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? കയറി ഇങ്ങനെ കയറുന്നുണ്ടോ? ഈ പുളിമൂട്ടിൽ എന്തിനുണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ ഈ വെള്ളം, ഈ അടിച്ചു വരുന്ന വെള്ളം ഫുള്ള് ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീച്ചിന്റെ ഫുള്ള് ആ സൈഡെല്ലാം മുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് അടിച്ച് നേരെ അങ്ങോട്ട് പോകും. അതാ നോക്ക് ഗൈസ്. അപ്പുറം നിങ്ങൾ കാണുന്ന പുളിമൂട്ടിൽ എന്ന് വെച്ചാൽ അഴിത്തല ബീച്ചാണ്. അതായത് നീലേശ്വര അഴിത്തല ബീച്ച് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നീലേശ്വര അഴിത്തല ബീച്ചാ അത്. സോ അപ്പുറവും ബീച്ചുണ്ട്. അതായത് ഇത്രേ പോകാനുള്ളൂ. പക്ഷെ നമുക്ക് റോഡ് വഴി പോകുമ്പോൾ ഇതിനെക്കാട്ടും ദൂരം. സോ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങാം. കാരണം എന്ന് വെച്ചാൽ കടലിന്റെ തെരേര പവർ കൂടി വരും. നമുക്ക് ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. അതായിരിക്കും നല്ലത്. എല്ലാവരും ബീച്ചിലേ. ഇവർ രണ്ടാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് ആ പുളിമൂട്ടിന്റെ വലിപ്പം. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ചായ കുടിക്കാൻ പോവാം. അപ്പം പ്രണവിന്റെ മുഖത്ത് നിങ്ങൾ കാണുന്ന സങ്കടം എന്ന് വെച്ചാൽ അൽഫാമിന്റെ. നമ്മള് ചായ കുടിക്കാൻ പോകുമ്പോ ഒരാൾ മുമ്പിന്ന് കുഴിച്ച് കുറേ ആയി ഞണ്ടിനെ പിടിക്കാൻ നോക്കുന്നു. എത്തുന്നില്ല. ഹലോ സാർ, എവിടം വരെ എത്തി? ഓക്കെ അപ്പൊ നമ്മൾ ഇതിലേ പോയിക്കോളാം. ഓക്കെ, നോക്കണ്ട നമ്മളിതിലെ പോയി. കുഴിച്ച് കിട്ടിയില്ലാന്ന് തോന്നുന്നു. അത് ശരി, നമ്മളെ മേത്ത് തീർക്കണ്ട. പക്ഷെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി അവിടെയുള്ള റെസ്റ്റോറൻറ്റ് പോവാം. ഓക്കെ, അവിടെ ചായ കുടിക്കാം. അപ്പം നമ്മള് ഒരു സാധനമാണ് ഓർഡർ ചെയ്തില്ലേ. സോ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ. ബൈ.